ലംബോർഗിനി വാങ്ങാൻ പോവാണ് ഗൈസ്. നമ്മുടെ ബാഗ് എടുക്കട്ടെ, പൈസ ബാഗ് എടുക്കട്ടെ. തൊണ്ടയ്ക്കൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വീഡിയോ ഇടാത്തത്. മറ്റേ ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. നമുക്ക് ബാഗ് എടുത്തിട്ട് നമുക്ക് പോവാം. ബാഗ് എടുക്കട്ടെ കേട്ടോ. ബാഗ് ഇവിടെ ഞാൻ ഇവിടെ എല്ലാം വെച്ചേ. ആ ബാഗ് കിട്ടി ഗൈസ്. നമുക്ക് നേരെ പോവാം. നമ്മുടെ സ്വന്തം ഇതെടുത്തുകൊണ്ടാണ് നമ്മൾ മറ്റേ ഫെരാരി അല്ല, നമ്മൾ ലംബോർഗിനി വാങ്ങാൻ പോണ കാർ ഇതാട്ടാ. അവിടെ നാറും നമ്മൾ നാറും. ലംബോർഗിനി വാങ്ങിക്കാൻ പോണ കാർ ഇതാണോ? അത്ര റിച്ചൊന്നും അല്ല നമ്മൾ. അതുകൊണ്ട് ലംബോർഗിനി ഫെരാരിക്ക് പിടിച്ചാൽ വേണ്ട, ലംബോർഗിനിക്ക് പിടിക്കാം. നമ്മുടെ ഷോറൂമിലേക്ക് നേരെ വിടാം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മിനിമം ഉണ്ടാവും. 2 കിലോമീറ്റർ അത്ര ഉണ്ടാവുള്ളൂ. 2 കിലോമീറ്ററൊക്കെ എത്ര ഉണ്ടാവുള്ളൂ? കൂടിപ്പോയാൽ 3 കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ എത്ര ഉണ്ടാവുള്ളൂ. നമുക്ക് ഷോറൂമിലേക്ക് കത്തിച്ചു വിടാം. ഞാനിപ്പോൾ എന്തിനാ ഇറങ്ങിയേ? എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഏത് ലംബോർഗിനി വാങ്ങണമെന്ന് വെച്ചാൽ കളർ റെഡാക്കാമെന്നാണ് എൻ്റെ വിചാരം. റെഡാക്കാം, റെഡ്. അതൊക്കെ റെഡ് വേണം. ഞാനെന്തിനാ ഇറങ്ങി കളിക്കണേ? റെഡാക്കാം ഗൈസ്. ഞാനെന്തിനാ ഇറങ്ങി കളിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഗ്ലിച്ചടിച്ചെങ്ങാണ്ടാണ്. അപ്പോൾ നമുക്ക് കളർ റെഡാക്കാം. പിന്നെ വേറെന്താക്കാം? മോഡിഫിക്കേഷൻ വേണ്ട, അത് ഓവർ ചിരി ഒക്കെ കിടന്നോട്ടെ, ഓവറാവണ്ട. അപ്പം നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരമുള്ളൂ, വെറും കുറച്ച് ദൂരം. അവിടെയാണ് നമ്മുടെ ഷോറൂം. അയ്യോ, മരത്തിൽ കൊണ്ട് ഇടിച്ചില്ല, ജസ്റ്റ് മിസ്. അവിടെ ഷോറൂമുണ്ട്. ഷോറൂമിൻ്റെ അടുത്തെത്തുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബാഗൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ബാഗിൻ്റെ ഡിക്കിയിൽ നമ്മൾ മറ്റേ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബാഗിൻ്റെ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലംബോർഗിനി അവിടുത്തെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇത് മാനേജർ ഇത് ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്ത് ജോലി ഉണ്ടെന്ന് പറഞ്ഞാണ്ടായിരിക്കും. നമുക്ക് ഇവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടാൽ മതി, അത്രേ ഉള്ളൂ. നമ്മളത്ര ബഹുമാനമൊന്നും കാണിക്കൂല, അത്രേ ഉള്ളൂ. പറഞ്ഞ കേട്ടില്ലെങ്കിൽ വഷളാവും മോനെ, അടിക്കൊന്നുമില്ല. ചേട്ടാ, ഞാൻ ലംബോർഗിനി എടുക്കാനാണ് വന്നത്. റെഡ് കളർ ലംബോർഗിനി തരുമോ? തൊഴിലൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, റെഡ് കളറില്ല. പക്ഷേ ഇവിടെ ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്, പുതിയതാ. അത് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ നല്ല പ്രൈസിൽ കിട്ടും. 83,000 അതിൻ്റെ പ്രൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, ഞാനൊന്നും പറയാനുള്ളതാ. ഓട്ടോറിക്ഷയാ? നമുക്ക് വാങ്ങിയാലേ ഗൈസ്. ലംബോർഗിനി റെഡില്ല, 1 പീസ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെ 1 പീസ് ഉള്ളൂ. നിങ്ങൾ വാങ്ങണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ എടുത്തു തരാം. വാങ്ങണ്ട്. ഓട്ടോറിക്ഷയല്ലേ വാങ്ങണ്ട്. ഒന്ന് ഞങ്ങൾ തരാം. വാ എൻ്റെ പുറകെ പോവാ. എവിടെയാട്ടാ? ഷോറൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. സൈഡുമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് എടുത്ത് നിങ്ങൾ പൈസ തന്നിട്ട് പോയാൽ മതി. പൈസ തരാം, എൻ്റെ കയ്യിൽ തന്നാൽ മതി. അവിടെ നിന്ന് വെക്കണ്ട, എൻ്റെ കയ്യിൽ തന്നാൽ മതി. ഓക്കെ, സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഇവിടെ നടക്കണം. ഗൈസ്, സീൻ ഓട്ടോറിക്ഷ ഗൈസ്. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഓട്ടോറിക്ഷ കിട്ടുന്നു. അല്ല, ഇത്രയും വലിയതൊന്നുമല്ല, നല്ലതാണ്. നമ്മളെ ഒരു കാര്യം ഓർത്തില്ല, നമ്മൾ ഇത്ര റിച്ച് ആയിരുന്നു ഗൈസ്. അയ്യോ, വാങ്ങി കാര്യമില്ല, എടുത്തു. സൗണ്ടൊക്കെ ഇതെങ്ങനെ ഇനി കേട്ടണേ? ഈ ഓട്ടോറിക്ഷയിൽ സ്റ്റിയറിംഗ് ഉണ്ടാ? എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, ചേട്ടൻ്റെ
ആ ചേട്ടൻ ദേ എടുക്കുന്നുണ്ട്. ചേട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടാ. അങ്ങോട്ട് വരട്ടെ. ആ വണ്ടി വരണ്ടോ? ഇല്ല വേഗം വിട്ടോ. അതേ പറഞ്ഞ് എൻ്റെ പേഴ്സണൽ വണ്ടി ചേട്ടാ കൊണ്ടുവന്ന് തരിക വീട്ടിലേക്ക്. നമുക്കിവിടെ ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്താനുണ്ട് ഓട്ടോറിക്ഷയുടെ. പിള്ള ഓട്ടോറിക്ഷയുടെ ടെസ്റ്റ് ഡ്രൈവ് എന്തിനാ നടത്തണേ? അതിൻ്റെ സ്പീഡ് എനിക്ക് അറിയില്ലേ. അതൊക്കെ ഓക്കെ. എന്നാൽ പൈസയൊക്കെ തരാം. എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണോ? ഒതേടെ പുള്ള എനിക്ക് വേഗം പൈസ തരാം. നിനക്ക് ഇതാ പിടിച്ചോ. ആ തോ പിടിക്ക. എവിടെ പോണേ? ഓക്കെ ശരി. പൈസ കിട്ടിയില്ലേ? എത്ര രൂപ ഉണ്ട് എന്നറിയാ നിങ്ങൾക്ക്? എത്ര രൂപ ഉണ്ടെന്നറിയാ? അതിൻ്റെ അകത്ത് 1,00,000 രൂപ കിടക്കുന്നുണ്ട്. എംബോർഗണി വാങ്ങാനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. 1,00,000 രൂപ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി. ആന്നും കുഴപ്പമില്ല. ഓക്കെ ബൈ, ഞാൻ പോട്ടാ. ഓക്കെ ബൈ പിള്ള. ഇനി കാണാം. വല്ല ഓട്ടോറിക്ഷ എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് ഫ്രീ ആയിട്ട് തരാം. ഫ്രീ ഒന്നും വേണ്ട. 1,00,000 രൂപ എന്നിട്ട് ഫ്രീ ആയിട്ട് പറയണില്ല. എൻ്റെ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടേ. ആ പിള്ളേ അതൊന്ന് സെറ്റാക്കാതെ. എന്നാ ശരി പിള്ളേ, നീ പൊക്കോ. പിള്ള അവൻ്റെ ഒരു കുണ്ടി. കുറെ നേരമായി പിള്ളേന്ന് വിളിക്കുന്നു. സീൻ ഓട്ടോറിക്ഷ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അയ്യോ എന്താ പറ്റിയ? നമ്മളൊന്നും കേട്ടിട്ടില്ല. ആരാണാവോ ഇടിച്ചിട്ടത്? നമുക്കൊന്നും അറിയില്ല. ഈ വണ്ടിയുടെ ചീറ്റ് കോഡ് ഞാൻ ലാസ്റ്റ് ഇടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ചീറ്റ് കോഡിൻ ഓട്ടോറിക്ഷ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഏത് ചീറ്റ് കോഡാന്ന്. എൻ്റെ ചാനൽ കയറി നോക്കിയാൽ JCBയുടെ ചീറ്റ് കോഡൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ JCB അടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് 48 നമ്മുടെ വ്യൂസ് ഇട്ടിട്ടുണ്ട്. സപ്പോർട്ട് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ പറയുന്ന വീഡിയോ ഒക്കെ ഇടും ഗൈസ്. ഗോസ്റ്റിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞാൽ നമ്മൾ ഗോസ്റ്റിൻ്റെ വീഡിയോ കയറ്റിയിടും. കമൻറ്റ് ബോക്സ് വന്നിട്ടുണ്ടാവും, അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യാം. ഗോസ്റ്റ് ഗെയിം ഏത് ഗോസ്റ്റിൻ്റെ ഗെയിമാണെന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം ഏത് ഗോസ്റ്റിൻ്റെ ആണെന്ന്. അല്ല നിങ്ങൾ കാണിച്ചു തരാം. അല്ല ഞങ്ങൾ ഇട്ടോളാം. എഡിറ്റിങ്ങൊക്കെ പണ്ടാലും ചെയ്യണം. അതാണ് കുറച്ചും കൂടി പണി. ഞാൻ സീനില്ല. നിങ്ങൾ പറയുന്ന വീഡിയോ ഞങ്ങൾ അപ്പിടും. ലൈക്ക് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റിൽ. എനിക്കൊന്നും പറയാനില്ല. വേണമെങ്കിൽ ഷെയറും ചെയ്തോ. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്തോ. നമ്മുടെ ഓട്ടോറിക്ഷ കിട്ടിയിട്ട് ഉപ്പൊന്നുമല്ല, പക്ക നമ്മൾ ഇരിക്കണ മാതിരിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കണം. അയ്യോ നമ്മൾ നേരത്തെ വീട്ടിലേക്ക് ചെന്നിട്ട് നമുക്ക് ബൈ പറയാം ചിക്കോടൊക്കെ ഇട്ട്. അപ്പം ഗൈസ് നമ്മളൊരു വണ്ടി നമ്മൾ പൊക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം അവൻ്റെ പേരെന്താ? മൈക്കിളിൻ്റെ വീട്ടിൽ നമ്മളൊരു വണ്ടി പൊക്കിയിട്ടുണ്ടായിരുന്നു. മൈക്കിൾ അറിഞ്ഞിട്ടില്ല. മൈക്കിൾ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ആരും പറയണ്ട കേട്ടാ. ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ നിഞ്ച H2R. അതാണ് നമ്മൾ പൊക്കിയേക്കണത്. നമുക്ക് ഈ വണ്ടിയും ആ നിഞ്ച H2R ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. എഡിറ്റിംഗ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതാരും അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടത്. എന്നിട്ട് നിങ്ങളെ അത് കാണിച്ചു തരാം. വെച്ചോ ആരും കാണില്ല, ആരും കേൾക്കൂല. ഞാൻ കാണിച്ചു തരാം. എവിടെയായിരുന്നു ഇട്ടേന്നറിയില്ല. നമ്മുടെ ഓട്ടോറിക്ഷ കുട്ടനൊക്കെ നല്ല രസമുള്ള ഫ്രണ്ടിൽ നിന്ന് കാണാൻ. ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണാൻ നോക്കട്ടെ. അടിപൊളിയൊക്കെയാണ് ബാക്കിൽ നിന്ന് കാണാൻ. നമ്മുടെ നിഞ്ച H2Rന്റെ കാര്യം മറന്നു ഇതാ ഇത് കിടക്കുന്നു. താരാടാ മറിച്ചിട്ട് ഗൈസ്. ആരെങ്കിലും ഇത് കണ്ടായിരുന്നോ? കാറ്റടിച്ച് വീണായാലോ. ഇന്നലെ വേച്ചാണ് കേട്ടാ. പൊക്കൽ പരിപാടി നടക്കൂല.
ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടും. നമ്മുടെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം ഗൈസ്. ചീറ്റ് കോഡാണ് നമ്മൾ പറഞ്ഞുതരാം. ചീറ്റ് കോഡാണ് നമ്മുടെ 8 ഓട്ടോറിക്ഷയുടെയാണ് പറയണത്. ഓട്ടോറിക്ഷയുടെ 8370 കോൾമി ഓട്ടോറിക്ഷ ആണ് സാധനം. നമ്മുടെ സ്വന്തം ആഡംബര ഓട്ടോറിക്ഷ. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ആവശ്യം വരും. നമ്പറൊന്നും മറന്നു പോകണ്ട. വീണ്ടും കണ്ടോ. നിഞ്ച ചുരിദാറിൻ്റെ ഇത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 3000 ആണ്. ഇനി ആ വീഡിയോയിൽ ഞാൻ 3000 കാണിച്ചു തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. കണ്ടില്ലേ നിഞ്ച ചുരിദാർ അടിപൊളിയാണ്. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ടും ഇനിയും കാണാം പ്രതീക്ഷയിൽ. ബൈ ബൈ.